സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. അത് ഞാൻ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം. ഹേമ കമ്മിറ്റിയും പിന്നെ ഒരുപാട് പരാതിക്കാരും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിലൂടെ ഒരു കൂടുതലായിട്ടുള്ള പ്രമുഖന്മാർ ഇപ്പോൾ പുറത്ത് വന്നിക്കണോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ പേര് മാത്രം പറയാന്നല്ലാതെ, അല്ലെങ്കിൽ പരാതിക്കാർ വന്നിട്ട് പറയാന്നല്ലാതെ ആ ഹേമ കമ്മിറ്റിയുടെ ഉള്ളിൽ പറഞ്ഞ ആൾക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രമുഖരായിട്ടുള്ളവർ, അതല്ലെങ്കിൽ ആ 15 അംഗ സംഘം എന്നൊക്കെ പറയണില്ലേ, അവരുടെ ഒന്നും പേരുകളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. അതൊക്കെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ആർക്കാണ് ഇപ്പോൾ ഇതിലൊരു പ്രയോജനം ഉണ്ടായത്? നേരെ ആർക്കും പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. കുറ്റം ചെയ്യാത്തവരുടെയൊക്കെ പേരുകളൊക്കെയാണ് ഓരോരുത്തർ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിളിച്ചു പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലവരത് ചിലപ്പോൾ പീഡിപ്പിച്ചുക്കണു, അങ്ങനെ ചെയ്തുക്കണു, ഇങ്ങനെ ചെയ്തുക്കണു, അല്ലെങ്കിൽ വാതിൽ മുട്ടിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ സത്യസന്ധമായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. പക്ഷെ ചില പരാതികൾ എന്താണ്, വ്യാജമാണ്. ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ വന്നപ്പോൾ പരാതി ഉണ്ടല്ലോ, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു 99% അത് ഫേക്കാണ്. കാരണം അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു കേസാണ്. അതെന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കേസ് എന്താണ് പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നു, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന കുറച്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിവിൻ പോളിയുടെ ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം, അല്ലെങ്കിൽ നിവിൻ പോളി അത് ചെയ്തിട്ടില്ല, ആ പരാതിക്കാർ പറഞ്ഞത് നുണയാണ്, കള്ളത്തരാണ്, അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കണു. അല്ലാതെ നിവിൻ പോളി ഒളിച്ചോടിയിട്ടൊന്നുമില്ല. മറ്റേ നടന്മാരൊക്കെ ചെയ്ത മാതിരി ആ കേസ് വന്നപ്പോൾ തന്നെയുള്ള ആ നടന്മാരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ നടന്മാരൊന്നും ഈ പരിസരത്ത് കൂടിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും ആളെ കണ്ടിട്ട് തന്നെയല്ല. കാരണം നമുക്കൊക്കെ വ്യക്തമാണ്. ഇപ്പോൾ ജയസൂര്യയുടെ കേസ് വന്നു, പക്ഷേ ജയസൂര്യ ഇപ്പോൾ അമേരിക്കയിലാണെന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇപ്പോൾ മുകേഷിനെതിരെ വന്ന കേസ്, മുകേഷിനൊന്നും ഇപ്പോൾ കാണാൻ കിട്ടണില്ല. അതുപോലെ ഇപ്പോൾ സിദ്ദീഖാണ്. ഇപ്പോൾ സിദ്ദീഖിനെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് സിദ്ദീഖ് ഷൂട്ടിങ്ങിലാണ്, അവിടെയാണ്, ഇവിടെയാണ്, നാട്ടിലില്ല എന്നൊക്കെ. അങ്ങനെ പല നടന്മാരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്, കേസ് വന്നതോടുകൂടി പല ഭാഗത്തു കൂടിയൊക്കെ ചിന്നിച്ചെതറിയിക്കണം. നിവിൻ പോളി എന്താ ചെയ്തിരിക്കുകയാണ്, ആ നിവിൻ പോളിക്കെതിരെ വന്ന പരാതി വന്നപ്പോൾ നിവിൻ പോളി വേഗം എന്ത് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഉള്ള കാര്യങ്ങൾ എന്താണ് ഉള്ളതുപോലെ പറഞ്ഞു. കാരണം ആൾ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടു ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ഇത് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത് എന്തിനു മാധ്യമങ്ങളുടെ എന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടു. അതാണിപ്പോൾ ആ ഒരു പരാതി കള്ളമാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാം. എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ നിവിൻ പോളിക്കെതിരെ വന്ന പരാതി ഉണ്ടല്ലോ, അപ്പോൾ ഈ പരാതിക്കാർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ, അവിടെ ഇവിടെ തൊടാത്ത മാതിരിയുള്ളൊക്കെ പരാതിയാണ് ഈ ഒരു വ്യക്തി പറയണത്, ഈ പരാതിക്കാരി പറയണത്. അതിന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഓരോരോ മീഡിയകൾ അതല്ലെങ്കിൽ ഓരോ ചാനലുകാർ അവരോട് ചോദിക്കണ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരങ്ങളൊക്കെ വേറെ ഒക്കെ ആയിട്ടാണ് പറയണത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കെട്ടിച്ചമച്ച് കൊണ്ടുള്ള നിവിൻ പോളിനെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യാജ പരാതിയാണെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ പരാതിക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്കൊരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞുകൊണ്ട്, ഫിലിമിൽ ചാൻസ് വാങ്ങിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തി തരികയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ പുള്ളിയുടെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവുകയും പുള്ളി എന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുള്ളിയുടെ ഫാമിലി എന്തോ അറിഞ്ഞു, വൈഫ് എന്തോ അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമായതിനു ശേഷമാണ് നിവിൻ പോളിനെയും ബിനു, ബഷീർ, കുട്ടൻ എന്നിവരെ AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് ഞാൻ പരിചയപ്പെട്ടത്. അതിനുശേഷം എൻ്റെ റൂമിൻ്റെ അടുത്ത് ഒരു റൂം എടുക്കുകയും അവർ എൻ്റെ റൂമിൻ്റെ തൊട്ട് ചേർന്ന് അവർ റൂം എടുക്കുകയും ഒരു 3 ദിവസം എൻ്റെ റൂമിൽ എന്നെ ലോക്ക് ചെയ്യുകയും ചെയ്തു.
അവിടെ വെച്ച് അത് ലോക്ക് ചെയ്തതിന് ശേഷമാണ് എന്നെ നമുക്ക് ഫുഡും കഴിക്കാനൊന്നും തരാതെ, ഫുഡും വെള്ളവും ഒന്നും തരാതെ ഇവർ മയക്കുമരുന്ന് കലർത്തിയ വെള്ളം മാത്രം തന്ന് നമ്മളുടെ മെൻ്റലി നമ്മളെ ടോർച്ചർ ചെയ്ത് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ ക്യാമറ വെക്കുകയും ഹസ്ബൻഡിനെയും മോനെയും കൊന്നുകളയുമെന്നുള്ള ഭീഷണിയും അതിലുണ്ടായിരുന്ന ഫോൺ പുള്ളി പിടിച്ചെടുക്കുകയും പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുക്കളും ചേർന്ന് പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു തെളിവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇത്ര ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇതൊരു ഗൂഢാലോചനയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ അവരൊരു ഗ്യാങ് ആണ്. അവരുടെ സംഘത്തിൽ ചേരാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര പീഡനം അനുഭവിക്കേണ്ടി വന്നത്. എന്നെ ഭീഷണിപ്പെടുത്തിയ ചാറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരത് അവിടെ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഇത്രയും വിശ്വാസമായിട്ട് പുള്ളി പറയുന്നത് നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിവിൻ പോളി പറയുന്നത്. ഈ പരാതി കൊടുക്കാനായിട്ട് ഇടയായിട്ടുള്ള ഒരു സാഹചര്യം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണി അങ്ങനെ വല്ലതും വന്നോ? ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ AK സുനിലിൻ്റെ ഗ്യാങ്ങുകൾ നമ്മളെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പുറത്തുനിന്ന് ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി നമ്മൾ വഴക്കുണ്ടാക്കി നമ്മൾ പ്രശ്നക്കാരാന്ന് വരുത്തി തീർക്കാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരാതിക്കാരി ഉണ്ടല്ലോ, ഈ പരാതിക്കാരി ഇനിയിപ്പോൾ ഏത് അറ്റം വരെയും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് പറയണത്. പിന്നെന്താ വെച്ചാൽ ഈ പരാതിക്കാരിയുടെ ഭർത്താവ് ഫുൾ സപ്പോർട്ടാത്ര. അതുകൊണ്ടാണ് ഞാൻ ഏതറ്റം വരെയും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പരാതിക്കാരി പറയണത്. ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതിപ്പെടുന്ന ഈ പെണ്ണിൻ്റെ, അതായത് സ്ത്രീയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഇവർ ഏതറ്റം വരും, അല്ലെങ്കിൽ ഏത് തറവേലയും അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും തരം താഴ്ത്തി പറയുന്നുള്ളത് നമുക്ക് അതൊന്ന് മനസ്സിലാക്കി. ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ്: സമർപ്പണം, അമ്മ എന്ന വേശ്യക്ക്, അമ്മാവൻ എന്ന മാമക്ക്. അതായത് സ്വന്തം അമ്മനെയാണ് ഈ ഒരു വേശ്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു പെണ്ണിൻ്റെ ഭർത്താവ്, അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് എന്തിക്കണം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നിരിക്കണം. സ്വന്തം അമ്മക്കെതിരെയാണ് ഇപ്പോൾ ഈ പറയണത്, അമ്മക്കും അമ്മാവനും എതിരെയാണ് ഈ പറയണത്. സമർപ്പണം, അമ്മ എന്ന വേശ്യക്കും അമ്മാവൻ എന്ന മാമക്കും. അതും തന്നെ മനസ്സിലാക്കാമല്ലോ ഇവരെത്രത്തോളം തരം താഴുന്നുള്ളത്. എന്ത് അറ്റം വരെയും ഇവർ ആരെ വേണമെങ്കിലും അധിക്ഷേപിച്ച് പറയുന്നുള്ളത് നമുക്ക് ഇതും തന്നെ മനസ്സിലാക്കാം. ബാക്കിയും കൂടി വായിച്ചു നോക്കാം. 2003 ദുബായിൽ സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാനായിട്ട് ഒരു വിസ കിട്ടിയത്. 75,000 രൂപക്ക് അതിനുള്ള പണം വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മയും അമ്മാവനും കൂടി കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് അത് മുടക്കി. അമ്മാവൻ പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷ വാങ്ങാം, എന്നിട്ട് പിന്നെ അതിനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മണൽ മാഫിയക്ക് എസ്കോട്ട് പോകാൻ തുടങ്ങിയത്. അങ്ങനെ 2007 വരെ മണൽ കടത്ത് നടത്തിയിട്ടും എൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് പോലും ഇല്ലായിരുന്നു. 2007 വീണ്ടും ദുബായിക്ക് ഡ്രൈവർ വിസ കിട്ടുന്നു. ഈ പ്രാവശ്യം വീട്ടുകാരോട് പൈസ ചോദിക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് പാസ്പോർട്ടും എടുത്ത് പോകുവാൻ പരിപാടി തുടങ്ങി. വിവരം അറിഞ്ഞ അമ്മയും അമ്മാവനും കൂടി എൻ്റെ സുഹൃത്തായ ഒരു തായോളിയെ ഉപയോഗിച്ച് എൻ്റെ മണൽക്കടത്ത് വാഹനം എന്നെ കൊണ്ട് തന്നെ ഓടിപ്പിച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതുവരെ അവിടെ മണൽക്കടത്ത് പിടിച്ച ആർക്കും കിട്ടാത്ത പോലെയുള്ള SIനെ വധിക്കാൻ ശ്രമിച്ച എന്ന കേസ്. അമ്മയും അമ്മാവനും ഹാപ്പി. അങ്ങനെ വീണ്ടും ദുബായ് ഊമ്പി. പിന്നീട് കേസൊക്കെ തീർന്നു, കല്യാണം കഴിഞ്ഞു. 2014 വീണ്ടും ദുബായ്ക്ക് വിസ. അപ്പോഴേക്കും വീണ്ടും അമ്മയും അമ്മാവനും കേസ്, ഫാമിലി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മുടക്കി. അവസാനം 2023 ഞാൻ ദുബായിലേക്ക് എത്തി. ഇപ്രാവശ്യം അമ്മയും അമ്മാവനും പണിയാൻ സമയം കിട്ടിയില്ല. എന്നെ ദുബായിൽ എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട് സഹായിച്ച എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ നന്ദിയും സ്നേഹവും. ഇതിപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടതാണിത്. ഇത് ഞാൻ ഇപ്പോൾ ഫുള്ള് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അതായത് ആരുടെ പേരിലും അല്ലെങ്കിൽ എന്തും വിളിച്ചു പറയാം അല്ലെങ്കിൽ എന്തും പറയാം എന്നുള്ളൊരു തോന്നലുണ്ട് അവർക്ക്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, സ്വന്തം അമ്മക്കെതിരെയാണ് സ്വന്തം മകൻ ഇങ്ങനെ വിളിച്ചു പറയണത്. അതായത് അവരെന്തോ ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, അവരെന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഓക്കെ. പക്ഷെ അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വന്തം അമ്മക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുമോ? അപ്പോൾ അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ ആർക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയും. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പലരുടെയും പേരും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കും. അത്രേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നിവിൻ പോളിയുടെ കേസും അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവരുടെ പേരിലും പല ആൾക്കാരുടെ പേരിലും പല ആൾക്കാരും ഇങ്ങനെ പരാതിപ്പെടില്ലേ. അപ്പോൾ എൻ്റെ വക ഒരു പരാതി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കുമോ എന്നറിയില്ല നിവിൻ പോളിക്കെതിരും ഇങ്ങനൊരു പരാതി കൊണ്ട് വന്നിക്കണേ. എന്താണെങ്കിലും ഈ ഒരു
പരാതി ഫേക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി ഏതറ്റം വരെയും നിവിൻ പോളി പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഫേക്കായിട്ടുള്ള പരാതി കൊടുത്തത് കൊണ്ട് കോടതി നിങ്ങൾക്കെതിരെ വരുന്ന ശിക്ഷ, അതായത് നിവിൻ പോളി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, കോടതി ശിക്ഷ വിധിക്കും. അപ്പോൾ അത് എന്ത് ശിക്ഷയാണെങ്കിലും അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പോടു കൂടി നിങ്ങൾ ഇരുന്നോളുണ്ടോ. കാരണം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്.